ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലായ ഡബിൾ മല്ലു വേൾഡിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. സോ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്യാൻ പോണ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ആക്ച്വലി കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് ചില സമയങ്ങളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഒരു കണ്ടന്റ് കിട്ടാതെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഇല്ലാതെ അങ്ങനെ ദിവസങ്ങൾ പോകാറുണ്ട്. സോ ഇന്ന് ഞാൻ വിചാരിച്ചു ഇപ്പം ഇന്നൊരു ദിവസം കുക്കിംഗ് വീഡിയോ ചെയ്യാമെന്ന്. സോ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഒരു വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, പാൽക്കപ്പയാണ്. ആക്ച്വലി കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇന്റർനെറ്റിലൊക്കെ കയറുന്ന സമയത്ത് ഓരോ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, പാൽക്കപ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് ഞാൻ നമ്മുടെ കസാവ കപ്പിയൊക്കെ പറഞ്ഞാൽ ഷോനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കപ്പയാട്ടോ, അത് അടിപൊളി കപ്പയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല മുറുക്കമുള്ള സൈസ് കപ്പയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ സോ ഒക്കെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിത് പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. എനിക്ക് അത്ര വലുതായിട്ട് റെസിപ്പി കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു ഐഡിയയും അതുപോലെ എൻ്റെ ഒരു സ്പെഷ്യൽ ടച്ച് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ എൻജോയ് ചെയ്ത് വിചാരിക്കുകയാണ്, എല്ലാവരും വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഓക്കെ, എന്നാൽ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്നത്തെ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ പാൽക്കപ്പ ഉണ്ടാക്കണം. ഞാൻ ഇന്റർനെറ്റിൽ നോക്കിയ സമയത്ത് കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കണ്ടു, പക്ഷെ അതൊന്നുമല്ല. നമ്മുടെ ഒരു സ്പെഷ്യൽ ടച്ച് വെച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ അങ്ങനെ കുഞ്ഞു സാധനം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളിയോ അല്ലെങ്കിൽ കുറച്ച് ഉള്ളി വേണം. അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ മറ്റേ പാലം. നമുക്ക് തേങ്ങാപ്പാലോ കാര്യങ്ങളൊന്നും കൂടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ മറ്റേ പാലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കുറെ ക്രഷ്ഡ് ചില്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പാൽക്കപ്പ ഉണ്ടാക്കുന്നതിന് ഭാഗമായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ഞാൻ ചെറുതായിട്ട് കണ്ടിക്കുന്നൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യുന്നൊന്നുമില്ല. അതുപോലെ തന്നെ ഇട്ട് ശരിക്കും വേവിച്ച് നമ്മളൊരു വെന്തടഞ്ഞ രീതിയിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഇടാം. അത് ഫ്രോസൺ ആണ് ആക്ച്വലി. സോ വെള്ളത്തിൽ കിടന്നാൽ ശരിയായിക്കോളും. നല്ല അടിപൊളി പീസസ് ആണ് കേട്ടോ. നല്ല ഒരു കേടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അടിപൊളി കപ്പയാണ്. നല്ല സെറ്റപ്പ് ആയിട്ടുള്ള കപ്പയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഉണ്ടാക്കുന്നില്ല, എനിക്ക് വേണ്ടിയിട്ടുള്ള പാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നാവുന്നൊരു അത്രയൊരു ഐഡിയ ഇല്ല. അപ്പം 4 പീസ് ഇടുന്നുള്ളൂ. നല്ല വലിപ്പമുള്ള സൈസ് പീസാണ് കേട്ടോ. നല്ല സൂപ്പർ കപ്പയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതിനേക്കാൾ ഇച്ചിരി കൂടെ ബെസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു അവിടുത്തെ കപ്പ. ഓക്കെ, അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഞാൻ കരിയാപ്പില നോക്കി, പക്ഷേ കരിയാപ്പില ഒന്നും സമയത്ത് നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ. കരിയാപ്പില ഉണ്ടാകുന്ന ഇഷ്ടം കൂടെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് ചെയ്യാമായിരുന്നു. സാധ്യം പറഞ്ഞാൽ കരിയാപ്പില ഇടുമെന്ന് എനിക്കറിയത്തില്ല പാൽക്കപ്പയിൽ, പക്ഷേ എൻ്റെ പാൽക്കപ്പയിൽ ഇച്ചിരി കരിയാപ്പില ഇടണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല, കിട്ടിയില്ല. സാധ്യം പറഞ്ഞാൽ നോക്കിയിട്ട് ഒന്നാമത്തെ കൊടുക്കത്തെ വിലയാണ്, പക്ഷെ നോക്കിയപ്പോൾ കിട്ടിയില്ല. പക്ഷെ ഇവിടെ കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു, ബട്ട് ഞാൻ നോക്കിയ സമയത്ത് കിട്ടിയില്ല. അപ്പം അതില്ലാതെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് സ്റ്റൗവിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള കപ്പ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. സോ കേട്ടോ, നല്ല തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി കുറച്ച് അത്യാവശ്യം സവോള കട്ട് ചെയ്യാനുണ്ട്, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള സവോള നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. സോ അത് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു വേവാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല, ഇച്ചിരി സമയം എടുത്തിട്ടാണ് വെന്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2 സവോള ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയ 2 സവോളയാണ് ഇവിടുത്തെ എന്താ പറയുക, ചുമന്ന രീതിയിലുള്ള സവോളയാണ്. 2 സവോള ചെറുതായിട്ട് ഏറ്റവും കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ മസാല പോലത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ സ്റ്റൂ ഒക്കെ വയ്ക്കും പോലെ വെളുത്ത് തന്നെയാണ് അതിരിക്കുന്നത് പാൽക്കപ്പ. ഞാൻ കണ്ടിടത്തോളം മീൻസ് നെറ്റിൽ കണ്ടപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പം എൻ്റെ രീതിയിലും വയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ വയ്ക്കാനാണ് എനിക്ക് താല്പര്യം. മീൻസ് വെളുത്ത് തന്നെ ഇരിക്കാൻ പാകത്തിന് സ്റ്റൂവിൻ്റെ ആ ഒരു രീതി തന്നെയാണ്, ആ കൺസിസ്റ്റൻസി തന്നെയാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഈ അരിച്ചിലും തിരിച്ചിലും ആക്ച്വലി ഇച്ചിരി പാടുള്ള പരിപാടിയാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള കിട്ടുന്നു. ഞാൻ ഓസ്ട്രേലിയ വരുന്ന സമയത്ത് ആക്ച്വലി അങ്ങനത്തെ സവോള മേടിക്കാറുണ്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈസി അല്ലേ, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്ന കാര്യമാണ് ഇത്. അരിഞ്ഞ് പറക്കി വരുമ്പോഴത്തേക്കും കണ്ണെന്ന് പറഞ്ഞ് മനസ്സിൽ ഇടപാട് വരും.
എന്നാലും കുഴപ്പമില്ല, എനിക്കത് എടുത്തിട്ടില്ല. ഇപ്പം 2 ചെറിയ സപ്പോർട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക്. കൂടുതൽ സവോളയുടെ ആവശ്യമില്ല. 2 എണ്ണം വേണം തന്നെ ഇല്ല, 1.5 ആണെങ്കിലും മതി, 1.5 എടുത്താലും മതി. അപ്പോൾ ചെറിയ രീതിയിൽ ഇതൊന്ന് കണ്ടിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വെള്ളം മാത്രം എടുത്താൽ മതി. പിന്നെ നമ്മൾ ക്രസ്റ്റ് ചില്ലിയൊക്കെ ഇടുന്നത്, അപ്പോൾ അത് ഒത്തിരി അങ്ങനെ ആവശ്യമില്ല കേട്ടോ. ചെയ്ത് കാണിച്ചു. കപ്പ ഏകദേശം പതുക്കെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒരെണ്ണം എടുത്തിട്ട് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. സോ ജസ്റ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസായിട്ട് എന്താ പറയുക കട്ട് ചെയ്യണം. ഇത്രയും വലിയ പീസായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എനിക്ക് ഉടയ്ക്കണം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത് കേട്ടോ. സോ അപ്പം നമ്മൾ പുക കുഞ്ഞു പീസായിട്ടൊന്ന് കണ്ടിച്ചെടുക്കണം. ഇതിൽ വേരില്ല, വേരൊക്കെ കളഞ്ഞാണ് കപ്പ വരുന്നത് കേട്ടോ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്കിതിനകത്ത് കളയാൻ വേണ്ടിയിട്ട്. തൽക്കാലം നമ്മൾ ഒരു ചെറിയ ചെറിയ സ്ക്യൂബ്സ് ആയിട്ട് നമ്മളങ്ങനെ കണ്ടിച്ചാൽ ചൂടുണ്ട്, നല്ല ചൂടാണ് കേട്ടോ. ഇച്ചിരി കുറച്ചും കൂടെ ഒന്ന് ഞാൻ പറയില്ലേ, പാലിൽ കിടന്ന് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ നല്ലതായിട്ട് ഇനി നമ്മളിത് കണ്ടിച്ചെടുത്തിട്ട് പാലിലിട്ടാണ് വേവിക്കുന്നത്. പാല് വേണ്ടേ. സോ ഞാനിവിടെ തേങ്ങാപ്പാലില്ല എനിക്ക്. ആക്ച്വലി ഞാൻ കഷ്ട ഇരിപ്പുണ്ട്, പക്ഷെ തേങ്ങാപ്പാലായിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ പാൽ ഉപയോഗിക്കണം. അപ്പോൾ കറക്റ്റ് അവിടുത്തെ ചൂടാണോ. നമ്മുടെ കപ്പ നന്നായിട്ട് വേവിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ പാലൊഴിച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. അത്യാവശ്യം ഇതിനകത്ത് തന്നെ പാലൊഴിച്ച് കൊടുക്കാൻ പോകണമെങ്കിൽ പാലിൽ കിടന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക തിക്കായിട്ട് വെന്ത് കിട്ടണം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കപ്പ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇച്ചിരി കുഴഞ്ഞ് വരണം അത് ആക്ച്വലി. സോ അതുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചേക്കാണ്, പാലൊഴിച്ചിട്ടാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് 1-2 കാര്യങ്ങളോട് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചേർക്കാൻ പോണേ നമ്മുടെ നല്ല നാടൻ വെളിച്ചെണ്ണയില്ലേ. ഇത് ആക്ച്വലി ഇവിടുത്തെ തണുപ്പ് അറിയാമല്ലോ, കട്ടയായിട്ടായിരിക്കുന്നത് ആക്ച്വലി. ഞാനത് ഇച്ചിരി ഇടാൻ പോകാൻ. ഇപ്പം നമ്മുടെ നാടൻ നല്ല വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇടാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുരുമുളകിൻ്റെ കുറച്ചൊരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇടുന്നത്. അതുകൊണ്ട് കുരുമുളക് പൊടി ഒത്തിരി വേണ്ട, ഒരു കുറച്ച് നമ്മൾ നിലത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലൂടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് അടിപൊളിയായിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ പാല് ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ കൂടേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് പാൽക്കപ്പ. തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മളിനി കാര്യങ്ങളെല്ലാം മൂപ്പിച്ചിട്ട് അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡിൽ നമുക്കത് മൂപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു കുഞ്ഞ് ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ടാണ് ഒഴിച്ചേക്കുന്നത്. അതിനകത്തേക്ക് നമുക്കൊരു ഇച്ചിരി കടുക്, കുറച്ച് മതി, ഒത്തിരി വേണ്ട, കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഇച്ചിരി ജീരകം കൂടെ ഇട്ട് കൊടുക്കണം. ജീരകം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഒനിയൻസ് ആഡ് ചെയ്യാം. ഈ ഒനിയൻസ് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം. ഓക്കെ, ഒനിയൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് പിടിപ്പിക്കണം. നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഒരു രീതിയിൽ വേണം മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്നാൽ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് ഇത് ആക്കണം.
ഇപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറ സൈഡിൽ നമ്മുടെ പാൽക്കപ്പ തിളച്ച് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ സാധനം ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ഇടുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ പൊടിക്കാൻ എൻ്റെ കയ്യിൽ നിന്നുണ്ട്. ആക്ച്വലി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇച്ചിരി മസാലക്കൂട്ട് ഒരു ചെറിയ രീതിയിൽ വളരെ ഒരു പിഞ്ചെന്നൊക്കെ പറയില്ല നമ്മൾ, അത്രയും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ സാധാരണ ഉണ്ടാക്കണതിൽ നിന്ന് ഒരു ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഒരു രുചി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇടാൻ പോണ ഒരു ചെറിയ പിഞ്ച് ഓഫ് മസാല അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മസാല നന്നായിട്ടൊന്ന് സെറ്റപ്പായിട്ട് വരണം. ഇനി വന്ന് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞി പൊടിക്കൈയും കൂടെ ഉണ്ട് അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് ആ ഒരു പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കണം. വേണ്ട നമ്മളിപ്പം ഏകദേശം ഇത് മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് മൂപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ മൂപ്പിച്ച ഈ മസാലയും അതുപോലെ തന്നെ ഈ സവോളയെല്ലാം കൂടെ വറുത്ത് നമ്മൾ പാൽക്കപ്പയുടെ ഉള്ളിലേക്ക് നമ്മളിനി ഇട്ട് കൊടുക്കണം. ഏകദേശം നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ, അടിപൊളി തിക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പം ഈ ഉണ്ടാക്കി വെച്ച ഈ ഒരു കൂട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, അത് ചേർത്ത് കൊടുക്കാനായിട്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഇച്ചിരി കളറ് മാറും, ഇറ്റ്സ് ഓക്കെ, നമ്മളല്ലേ കഴിക്കുന്നുണ്ട്, വേറെ ആർക്കും എടുക്കാനുണ്ടല്ലോ. അപ്പം നല്ല ഒരു അടിപൊളിയായിട്ടൊരു കളറ് വന്നിട്ടുണ്ട്. എന്നാൽ ഒത്തിരി അങ്ങ് മാറിയിട്ടില്ല, സ്റ്റൂവിൻ്റെ കളർ പോലെ തന്നെ വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഫോർ എൻ്റെ ഒരു കേസിൽ ഞാൻ ചേർക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇച്ചിരി കുറച്ച് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹണി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഹണി നമുക്ക് ഇച്ചിരി അങ്ങ് ചേർത്ത് കൊടുക്കുക അതിനകത്തേക്ക്. ഒരു നല്ല ടേസ്റ്റ് വരാൻ പാകത്തിന് ഒത്തിരി ചേർക്കരുത്, കുറച്ച് ചേർക്കാവുള്ളൂ. അതിൻ്റെ രുചി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാൻ മസ്റ്റായിട്ട് കേട്ടോ. സോ അതും കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ നോക്കണം കേട്ടോ. ഉപ്പും കൂടെ നമ്മൾ നോക്കണം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഏകദേശം എല്ലാം ചേർത്ത് നമ്മൾ ഹണി ഒക്കെ ചേർത്തിട്ട് പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ? ഇതിനകത്തേക്ക് നമുക്കിനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെറ്റലി പാൽക്കപ്പിനെ കുറിച്ച് കണ്ടപ്പോൾ തൊട്ടൊരു ഇഷ്ടമായിരുന്നു എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കണം. പാൽക്കപ്പ അതെന്തൊരു റെസിപ്പിയാണ്, അങ്ങനെ ഒരു കപ്പേനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ ഭയങ്കര നന്നായിട്ടുണ്ട് നമ്മുടെ ഈ റെസിപ്പി. എൻ്റെ ഒരു കുറച്ച് സ്പെഷ്യൽ ടച്ച് കൂടി ഇത് വന്നിട്ടുണ്ട്, എക്സ്പെഷ്യലി കണിയൊക്കെ ചേർത്തിട്ടുള്ളത് എൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ചേർത്താണ്. ബട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഡിഷാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. ഞാനിതിലൂടെ ബട്ടറും ബ്രെഡൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വിചാരിച്ചു. സോ നിങ്ങൾ സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ സാധനം ഉണ്ടാക്കി നോക്കി കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. സോ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ കൂടെ ഈ കുക്കിംഗുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. അടുത്ത ദിവസം നമ്മൾ അടിപൊളിയായിട്ടൊരു ഡിഷുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഡബ്ല്യു മല്ലു വേൾഡ്. ബൈ ബൈ.